ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പച്ച പപ്പായ ഉണ്ട്, അടിപൊളി മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും എല്ലാം കൊണ്ടും. അപ്പോൾ നമ്മളിത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഞാൻ ഈ ഒരു സൈസിനുള്ള പച്ച പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്നിട്ടുള്ള പപ്പായയാണിത്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇത് തൊലിയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തു. ഞാൻ ഇങ്ങനത്തെ ഒരളവിനാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ പീസസ് ആയിട്ടും കട്ട് ചെയ്തിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോഴേക്കും കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ ഒരു സ്ലൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അടുത്തൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാത്രം ഒന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണോളം അളവ് കടുക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ചെറിയ ഉള്ളി എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഈ പേസ്റ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ പേസ്റ്റിനേക്കാളും അത് കുറച്ചുകൂടെ ഫ്ലേവർ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം ഒന്ന് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് നമുക്കൊന്ന് വഴറ്റി കിട്ടും. അപ്പോൾ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് നമ്മുടെ ആ പപ്പായ കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ ഏതാണ്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ച പപ്പായ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പച്ച പപ്പായ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും ജസ്റ്റ് ആദ്യം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുവിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നമ്മൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഈ പച്ച പപ്പായ നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ്. ജസ്റ്റ് ആ സവോളയിലൊക്കെ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഒരു മീഡിയമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് നന്നായിട്ട് പിടിക്കും. നമ്മുടേത് ഏതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുവാണ്. ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം. കാരണം ആ മുളക് പൊടിയുടെയും ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാലേ നമുക്കിതൊരു നല്ല പ്രത്യേക ടേസ്റ്റി നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും പപ്പായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തില്ല, കഴിക്കുമ്പോഴേക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഏതാണ്ട് പച്ചമണമൊക്കെ മാറി. ഞാൻ ഇനി ഫ്ലെയിം വന്നിട്ട് ഹൈയിലോട്ടാക്കി കൊടുക്കുകയാണ്. ഹൈയിലോട്ടാക്കിയതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അറൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനം ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറി ലീവ്സ് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.